ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇതുവരെ ശബരിമലയിൽ എത്തിയവരുടെ എണ്ണം 17 ലക്ഷം പിന്നിട്ടു. ഇന്നലെ മാത്രം എത്തിയ ഭക്തരുടെ എണ്ണം 99,677 കാനനപാത വഴി എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഉണ്ടാകുന്നത്. അതേസമയം ബാബറി മസ്ജിദ് ഓർമ്മ ദിനമായ ഇന്ന് ശബരിമലയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഭക്തർക്ക് ഇന്ന് നേരിട്ട് നെയ്യഭിഷേകം നടത്താൻ സാധിക്കില്ല. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ളവ നിജപ്പെടുത്തി. മനീഷ് മഹാദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമല നട തുറന്ന ഇന്ന് 21ാമത്തെ ദിവസമാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 20 ദിവസവും ഏകദേശം വലിയ രീതിയിലുള്ള ഒരു തിരക്കായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഈ 20 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 17 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇന്നലത്തെ കണക്കുകൾ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ആയിരുന്നു ഈ ഒരാഴ്ചയിലെ ഏറ്റവും വലിയ തിരക്കുണ്ടായിരിക്കുന്നത്. ഇന്നലത്തെ കണക്കുകൾ പ്രകാരം 99,677 അയ്യപ്പന്മാർ ഇന്നലെ മാത്രം ദർശനം പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഇത്രയും തിരക്കുണ്ടെങ്കിൽ തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് 18ാം പടിക്ക് മുകളിലുള്ള ദൃശ്യങ്ങളാണ്. കൃത്യമായി തന്നെ ഇവിടെ എത്തുന്ന അയ്യപ്പന്മാരെ 18ാം പടി ചവിട്ടിച്ച് ഫ്ലൈ ഓവറിലേക്ക് കയറ്റി വിടുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ടും എല്ലാം പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ്. ഒന്നിലും ഒരു പിഴവും പോലീസ് നിയന്ത്രണങ്ങളിൽ വരുത്തുന്നില്ല എന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കയറി വരുന്ന അയ്യപ്പന്മാരെ ഫ്ലൈ ഓവറിലൂടെ കയറി വരുന്ന അയ്യപ്പന്മാർ ഈ ഫ്ലൈ ഓവറിലും അല്പം തിരക്കാണ്, നല്ല തിരക്കുണ്ട്, കാണാൻ സാധിക്കും. ആ തിരക്കുണ്ടെങ്കിൽ തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അധിക സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവർ കൃത്യമായി തന്നെ എങ്ങും കാത്തു നിൽക്കാതെ തന്നെ വേഗം അയ്യപ്പന്മാരെ സോപാനത്തിലേക്ക് എത്തിച്ച് ദർശനത്തിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായി തന്നെ പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാവർക്കും സുഗമമായ ദർശനം ഒരുക്കുക എന്നത് തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുകളോ പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഒരു യോഗം നടക്കുകയുണ്ടായി. അയ്യപ്പ ഭക്തന്മാരുടെ ഭക്ഷണ മെനുവുമായി ബന്ധപ്പെട്ട് അതിലെ ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു ഒരു യോഗം ചേർന്നത്. അതിൽ ഇത്രയും നാൾ കൊടുത്തിരുന്നത് പുലാവായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഓരോ ദിവസവും ഇടവിട്ട് സദ്യ കൊടുക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്.